ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത തലയൂരി സർക്കാർ. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിനീഷ് ചേരുന്നു വിവരങ്ങളുമായി. വിനീഷ്, എന്തായാലും ഇത് ഉദ്യോഗസ്ഥരുടെ മേൽ മാത്രം ചാരി തടിയൂരാനുള്ള ശ്രമമാണ് രാഷ്ട്രീയ വൃന്ദം നോക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ഒരു സർക്കാർ നയം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. പ്രധാനമായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന്, അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട സംഭവം വലിയ വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടുത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ശിക്ഷാ ഇളവ് നൽകുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് നിയമസഭയിലടക്കം കെ രമ എം.എൽ.എ. ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം സർക്കാരിന് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ ഏകപക്ഷീയമായ ഒരു സമീപനമായിരുന്നു അന്ന് സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായത്. അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നില്ല, അത് തെറ്റായ വ്യാഖ്യാനമെന്നാണ് സ്പീക്കർ എ.എം. ഷംസീർ വ്യക്തമാക്കിക്കൊണ്ട് അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിച്ചത്. തുടർന്ന് ഇന്നും ഈ വിഷയം സബ്മിഷനായി നിയമസഭയിൽ വരാനിരിക്കെയാണ് വീണ്ടും ധൃതി പിടിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പോലീസ് ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയും ശിക്ഷാ ഇളവ് നടപടിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിനുള്ള അവസരാനുമതി നിഷേധിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷവും കെ രമ എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഗവർണർക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. സംസ്ഥാനത്ത് ഇത്തരത്തിൽ സി പി എം പാർട്ടി പ്രവർത്തകരായ പ്രതികളായവരുടെ കേസുകളിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമം, ശിക്ഷാ ഇളവ് നൽകാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നായിരുന്നു ആ ഒരു കത്തിൽ സൂചിപ്പിച്ചത്. ഗവർണർക്ക് ടി.പി. രമ എം.എൽ.എ. കെ രമ എം.എൽ.എ. കത്ത് നൽകിയിരുന്നു. ഇതിൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട്. തുടർന്ന് ഇന്ന് സബ്മിഷൻ സഭയിൽ എത്തുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി വിവാദങ്ങൾ ആയ സാഹചര്യത്തിൽ ധൃതി പിടിച്ച് ഉദ്യോഗസ്ഥർക്കുടെ മേൽ പഴിചാരിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.